ഈ കൊച്ചുമോൻ എന്ന് പറയുമ്പോ നേരെ ഗ്രാൻഡ് സൺ അല്ലേ? മണപ്പിച്ചില്ല, അതിനു മുമ്പേ തുടങ്ങി പോഴത്തം. ഇവൻ ജയന്റെ മോൻ, എന്റെ ഗ്രാൻഡ് സൺ ഭാസ്കർ. അതാ ചോദിച്ചത്. നേരെ? അതെ, നേരെ. നേരെ അല്ലാതെ പിന്നെ എങ്ങനെ വളഞ്ഞ വഴിക്ക് ഗ്രാൻഡ് സൺ ഉണ്ടാകുന്നത്? അല്ല പിന്നെ വളഞ്ഞ വഴിക്ക് മോനുണ്ടാകാം. എങ്ങനാ കൊച്ചുമോൻ ഉണ്ടാക്കുന്നത്? ഒന്ന് പറഞ്ഞാട്ടെ. നില്ല എല്ലാരും ഒന്ന് വിളിച്ചോട്ടെ, എന്നിട്ട് എടുത്താ മതി. വന്നേ. കാർന്നോരുടെ മരിച്ചുപോയ മോനില്ലേ ജയൻ, എടാ സണ്ണിന്റെ കത്ത. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വായിച്ചാട്ടെ. ബാംഗ്ലൂർ പ്രിയപ്പെട്ട അപ്പൂപ്പന്. ഇത്തവണ അപ്പൂപ്പൻ ഒരു ഭീഷണി. വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും. വെക്കേഷൻ മറ്റന്നാൾ തുടങ്ങും. മറ്റന്നാ വരിക? മറ്റന്നാ വരില്ലടോ കുറുപ്പേ, മറ്റന്നാ അവന്റെ വെക്കേഷൻ തുടങ്ങുക. മറ്റന്നാ അവന്റെ വെക്കേഷൻ തുടങ്ങുക. വായിച്ചാട്ടെ. ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം 4 or 5 ഫ്രണ്ട്സും കാണും. അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ. ഇപ്പോ വരാൻ തയ്യാറായി 10-15 പേർ നിപ്പുണ്ട്. പക്ഷേ അപ്പൂപ്പൻ വരലണ്ട. സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത 3-4 എണ്ണത്തിനെ കൊണ്ടുവരൂ. അതാണ് വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ. വേറൊന്നുമില്ല. പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ. അപ്പൂപ്പന്റെ പാച്ചു. കണ്ടോ? സൂക്ഷിച്ച് ചെയ്യടാ വാനര. പിന്നെയും കണ്ണി വീഴിച്ചോ? വീഴിക്കാണോ? വീഴുന്നതല്ലേ. എവിടെ? ശരിയായെന്ന് തോന്നുന്നു. സൂക്ഷിച്ച്. ഇതിലിപ്പോ എങ്ങനെ സൂക്ഷിക്കുന്നേ? എന്നാ പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ജോലി ചെയ്യാം. എടുത്തോണ്ട് വരട്ടെ? എന്ത്? അമ്മാവിന്റെ കൂളിംഗ് ഗ്ലാസ്. നീ അതും ചെയ്യും. അതിനെന്തിനാ എത്ര വലിയ ചിരി? അതെ ദേവണ്ണേ, ചെറുപ്പക്കാര് പയ്യന്മാരാ വരുന്നത്. നിന്റെ ഇപ്പോഴത്തെ ഈ ചാട്ടോളൊക്കെ ഒന്നും അന്നേരം എടുത്തേക്കരുത്. നല്ലപോലെ ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ തൂറാൻ കുഴിക്ക് ഈ ആഴം പോരാ. അതിനൊക്കെ ഞങ്ങൾക്ക് ചില കണക്കുകളുണ്ട്. ചോദിച്ചില്ല. തൽക്കാലം ഈ 5 എണ്ണത്തെ നിർത്താം ഇല്ലടാ. അയ്യോ, ഇതെന്താ അതിന്റെ മത്സരം മറ്റോ ആണോ? നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഇന്നലെ നല്ലൊരു വിറ്റടിച്ചു. എന്നെ കുറിച്ചോ? ആയിരിക്കുമല്ലോ. എന്താണ് പൂവാന്റെ കീറ? ഇദ്ദേഹത്തിന് ഇപ്പോഴാ മെനോപാസ് ആയതെന്ന്. അതിന്റെ ഇളക്കമാണെന്നോ? അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയാം. ഈ വരുന്ന ചിങ്കങ്ങളൊക്കെ ഏത് തരത്തിലുള്ളതാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒന്നാമത് അവന്മാർക്ക് ഈ പഴയ വീട് പിടിക്കുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നങ്ങ് ഇരുന്നോട്ടെന്നോ എപ്പോഴും? എന്നല്ല, ഇനി അങ്ങനെ ഒരു പ്രശ്നം വരണ്ട. അകത്തൊരു കക്കൂസല്ലേ ഉള്ളൂ, പിന്നൊന്ന് എന്റെയാ. അതിനുള്ളിൽ ഞാൻ അവന്മാരൊന്നും കേട്ടരുത്. അതേതായാലും ചെയ്യരുത്. അപ്പൊ ആ ഒരെണ്ണം വെച്ചോണ്ട് രാവിലെ പിള്ളേർക്കെല്ലാം കൂടെ ഒരുമിച്ച് കക്കൂസി പോണെന്ന് തോന്നിയാലോ? ബുദ്ധിയായി. ഈ സൗണ്ട് ഓഫ് തണ്ടർ എങ്ങനെയുണ്ട്? വാദം. അവിടെയൊക്കെ ടൈപ്പ്റൈറ്ററിന് വളരെ വിലക്കുറവാ. അതിന്റെ ദുരന്തങ്ങളിൽ ഒന്നാ. ഇത്രയും നേരമായിട്ടും ബുക്ക് ശരിയായില്ലേ? കിട്ടണ്ടേ? വേണം വേണം. എന്ത് വേണം? എന്താ കുട്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ പറയട്ടെ? എന്റെ പൊന്നു മോളെ, അന്നത്തിന് ശേഷം പുള്ളിക്കാരന്റെ കത്ത് വല്ലതും വന്നോന്നറിയാൻ വേണ്ടിട്ടല്ലേ താനിവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നേ? വന്നിട്ടില്ല. ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ. കിട്ടണം.
ഇനി അവിടെ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ? എന്ന് വരുന്നെന്ന് അറിയിച്ചോണ്ട്. ഉണ്ടെങ്കി ഞാനിപ്പോ ഇങ്ങോട്ട് വരുവോ? അവന്റെ പേരിലല്ലാതെ ആരുടെ പേരിലാണ് ഞാൻ ആവേശം കൊള്ളേണ്ടത്? ഈ പറയുന്നവരെല്ലാരും കൂടെ അതിനൊരു ഉത്തരം എന്താ? ഞാനത് ഡോക്ടറോട് സൂചിപ്പിച്ചു. 6-7 കൊല്ലം കൂടെ കാണുമ്പോ സ്വല്പം കൂടുതൽ സന്തോഷം തോന്നുമെന്നും പറഞ്ഞു. കിളവൻ സമ്മതിക്കണ്ടേ? 6-7 കൊല്ലം കൂടി അല്ല കാണുന്നെങ്കിൽ എനിക്ക് ഇതേ സന്തോഷമായിരിക്കും. അവനെ എപ്പ കാണുന്ന എനിക്ക് സന്തോഷമാണ്. അവനും താൻ ആലോചിച്ചിട്ടുണ്ടോന്നറിയില്ല, എനിക്ക് ഇന്നിപ്പൊ ഈ ഭൂമിയിലെ നേർബന്ധം എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ. അതെ, അതത്രേ ഉള്ളൂ. ആദ്യം കാർത്തിയായനി പോയി, അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല. എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബം ഉണ്ടല്ലോ എന്ന് സമാധാനിച്ചു. ഞാനും അതിന്റെ ഒരു ഭാഗമാണല്ലോ. പിന്നെ ഓർക്കാപ്പുറത്ത് ജയനും പോയി. ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാമെങ്കിലും എനിക്ക് അതോടെ ആരും ഇല്ലാത്ത പോലായി. പിന്നെ ഇനി ഇവനല്ലേ ഉള്ളൂ, ഈ പാച്ചു. മുഴുവൻ കൊടുത്തില്ലേ? കൊടുത്തു. 2000 ഉണ്ട്. എണ്ണയാണല്ലോ. അതെ. ഇന്നിനി എത്ര ലോഡും കൂടെ പോവും? ഒരു 7-8 പോവും. സാധിക്കുമെങ്കില് അവന്റെ അമ്മയെ കൂടെ വരുത്തണം. വന്ന് 10 ദിവസം മോന്റെ കൂടെ നിന്നിട്ട് പോട്ടെ. എങ്കിൽ നന്നായിരുന്നു. നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വരാൻ പറയണം. അമ്മ ബോംബെയില്, മോൻ ബാംഗ്ലൂരില്, അച്ഛൻ കൊമ്പത്ത്, ആന വരുമ്പോ തപ്പൂപ്പന് ഇവിടെ. ഇങ്ങനൊക്കെ വല്ലപ്പോഴും അല്ലേ? അതുകൊണ്ട് ടെലിഗ്രാം കൊടുക്കണം. 10 ദിവസം അവധി എടുത്ത് ഇവിടെ നിൽക്കാൻ പറയണം. ആ വരട്ടെ, വന്ന് നിക്കട്ടെ. മതി മതി, ഇവിടെ വരെ പോവുള്ളൂ. വേണേലിറക്കി നോക്കാം. എന്തിനാ എന്റെ ഇഷ്ടം വെറുതെ കല്ലേ കടിച്ച് പല്ല് കളയുന്നേ? ആക്സിഡന്റ് ഒടിഞ്ഞു പോയാലേ ഇവിടെ കടന്നു പോയുള്ളൂ. ഒക്കെ കയറണേ കൈ കൊണ്ടുവരുള്ളൂ. അതെ, ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ എന്റെ ആശാനെ. ഇത് ഭാസി നീ പറഞ്ഞതിനെക്കാട്ടി സ്റ്റൈലാണല്ലോടാ. ആണോ? ആ എങ്ങനെ? ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ? എടാ മരത്തലയാ, നിനക്ക് ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത്. നീ ഉണ്ടായി. ഏയ്, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. നന്ദിയേ ആ വന്നെന്ന് തോന്നുന്നു. ആ സ്വീകരണം വിളിക്ക്. ശ്രീധര, ആ വാ വാ. എനിക്ക് ഇങ്ങനെ ഒരു കാറിന്റെ ഹോൺ കേട്ടോ എന്ന് സംശയം തോന്നി. എന്താ മുന്തിരിങ്ങ? അപ്പൂപ്പ, ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ. സെയിം ഇയർ. അപ്പൊ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു 7-8 പേര് കാണുമെന്ന്. അസലായി. എങ്കിലും അപ്പൂപ്പനോടൊന്ന് താമസം മാറ്റിയനെ. അപ്പൂപ്പ അവൻ രഞ്ജിത്ത് മേനോൻ, അങ്ങ് വടക്ക് ചങ്ങനാശ്ശേരിക്കടുത്താ. ഓഹോ, ഇതെന്താ? ഇതൊരു ക്യാമറ. അദ്ദേഹം ക്യാമറാമാൻ കം ഫിലിം ഡയറക്ടർ കം ഫിലിം റൈറ്റർ കം ഫിലിം എഡിറ്റർ കം ഫിലിം ആവണം എന്നുള്ള വാശിയില്ല. മെഡിസിന് പഠിക്കുന്നത് വീട്ടുകാരുടെ സ്വല്ല കാരണോ. അപ്പൊ കൈ വന്ന് പെടുന്ന രോഹിയുടെ കാര്യം കുശാലായി. ഇവൻ ലോപ്പസ് കൂത്താട്ടുളംകാരനാ, ഗൾഫ് ബേബിയാ. ഈ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്ന പോലെ. ഇത് കൃഷ്ണൻകുട്ടി. ആ ഹലോ. ഇവനെ മാത്രമേ കൂട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂ. പാവാ. ഇവന്മാര് രണ്ടും അപ്പൂപ്പ. ചെത്തി ചെത്തി. വാ 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 വാ. ആഹാ, ഇതൊരു ഡോർമിറ്ററി ലൈനിലാണല്ലോ അമ്മാവൻ കാച്ചിരിക്കുന്നത്. അപ്പൊ ഇനി 4 പേർക്ക് എന്ത് ചെയ്യും? അത് സാരമില്ല, 4 കെട്ടിലൊക്കെ മാറ്റിക്കളയാം. കൂടുതൽ സ്പേസും കിട്ടും. എന്ത് സ്പേഷ്യസാ.
ഒരു ട്രോളി ഇടാം. ആ തുടങ്ങി. അപ്പൊ ആദ്യം എല്ലാരും ഒന്ന് കുളിക്കുക, കുളമുണ്ട്, എന്നിട്ട് ഭക്ഷണം. അല്ല, ഒന്ന് റിവേഴ്സ് ചെയ്യണം. ആദ്യം വല്ലതും ഭക്ഷിക്കുക, എന്നിട്ട് കുളി. വിശപ്പുണ്ട്. ആ അത് പറ. എങ്കി വാ, ആദ്യം വിശപ്പ് മാറാം. അല്ല ബാസി, നീയല്ലേ പറഞ്ഞ അടുത്ത് കടലുണ്ട് അവിടെ കുളിക്കാമെന്ന്? കുളിക്കാം. പിന്നെന്താ ഒരു കുളത്തിന്റെ വർത്താനം കേട്ടത്? വർത്താനല്ലേ കേട്ടുള്ളൂ, കുളിച്ചില്ലല്ലോ. ഇല്ല. നീ വാടാ ഇങ്ങോട്ട്. കടലിൽ കുളിക്കല്ലേ വേണ്ടൂ, നമുക്കത് സാധിക്കാം. താൻ വാടോ ധൃതി വെക്കാതെ. നടക്കടാ. ടെസ്റ്റ് ട്യൂബ്. എന്താടോ ശാരദ വന്നില്ലേ? ഇല്ല, ഡ്രൈവർക്ക് സുഖമില്ല, നേരത്തെ പോയി. അപ്പൊ ഇദ്ദേഹത്തിനോടൊന്ന് കൊണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും എത്തി. താനങ്ങ് വലുതായല്ലോ. ഹേ, ആഫ്റ്റർ എ ലോങ് ടൈം. ഇത് കൃഷ്ണൻകുട്ടി. ഹലോ. ഹലോ. ഇത് ലോപ്പസ്, രഞ്ജിത്ത്, പിന്നെ ഇവൻ എന്റെ പാച്ചു, ഡോക്ടറുടെ മകളുടെ ഹസ്ബൻഡാ. ഹലോ. ഹലോ. ഡോക്ടർ രവീന്ദ്രൻ. ഇത് മൂത്ത മോടെ മോള് ഭദ്ര. ഇരിക്കുന്നില്ലേ? ഇല്ല, പോറാമ്പഴത്ത് ഞാൻ വന്നോളാം. ഹായ്, എന്താ അങ്ങനെ? അതല്ല, ഹോസ്പിറ്റലിൽ സ്വല്പം പണിയുണ്ട്. അല്ലെങ്കിൽ തന്നെ തനിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് എപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം? മൂപ്പരാദ്യം ഒരു ആശുപത്രി ഉണ്ടാക്കി, അവിടെ ഇരുന്നുകൊണ്ട് ഒരു മോളെ ഡോക്ടറാക്കി, എന്നിട്ട് ഒരു ഡോക്ടറെ അവളുടെ ഭർത്താവാക്കി. ഇപ്പൊ എന്താ, ആശുപത്രിയുടെ ഭാരം മുഴുവൻ പിള്ളേർ രണ്ടിനും തോളിൽ. പുള്ളി സുഖോട് പോകും. പോടോ, അത് താൻ കൂട്ടിയടിക്കുക. ഞാനും ഇടയ്ക്ക് അവിടെ പോകുന്നൊക്കെ ഉണ്ട്. ഇല്ലെന്ന് ഇവൻ പറയട്ടെ. എന്തായാലും കുടുംബസമേതം കാശ് കൊയ്യുവാന്ന് ചുരുക്കം. വൈദ്യകുല. അമ്മാവൻ കഷ്ടപ്പെടുന്ന തോന്നുന്നു. കളിക്ക്. എന്താടാ നീ കാണിച്ച? അത് അവിടെ വേണ്ട ചീട്ടല്ലേ, ഓർക്കണ്ടേ? ഡോക്ടർ സാർ വന്നില്ലല്ലോ. ഭാസിയുടെ കളി. ഞാനില്ല, സ്കൂട്ടി ചെയ്തു. ഇത്തിരി ജീരകവെള്ളം കുടിച്ചേച്ചു വരട്ടെ.